പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തവണത്തെ നാഷണൽ ഫിലിം അവാർഡ്സിന്റെ മികച്ച നടനുള്ള കാറ്റഗറിയിലെ അവാർഡ് പരിപൂർണമായി മോശമായി പോയെന്ന് പറയരുത്. കാരണം ഈ ഒരു അവാർഡും ഈ ഒരു സിനിമയിൽ നിന്നുള്ള അവാർഡും മികച്ച നടനുള്ള അവാർഡാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ പറയരുത്. കാരണം നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ സിനിമ നിങ്ങൾ കാണാത്തവരാണ് എന്ന് വേണം പറയാൻ. അതായത് 71ാമത്തെ ഇന്ത്യയുടെ നാഷണൽ ഫിലിം അവാർഡ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 332 ചിത്രങ്ങളാണ് മത്സരത്തിനുണ്ടായതെന്നാണ് മാധ്യമ വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത്. അതിൽ നിന്നുമാണ് പല കാറ്റഗറിയിലേക്കുള്ള അവാർഡുകൾ തിരഞ്ഞെടുത്തത്. ഏതായാലും പുഷ്പക് അവാർഡ് കൊടുത്തല്ലേ, ജവാനും കൂടി ഇരിക്കട്ടെ 2 എന്ന് വിചാരിക്കുന്ന അത്തരത്തിലുള്ള പല കമന്റുകളും കണ്ടു. അപ്പോൾ ജവാൻ സിനിമയ്ക്ക് അഭിനയത്തിന് നമ്മുടെ ഷാരൂഖ് ഖാനും 12th ഫെയിൽ എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ അഭിനയത്തിന് വിക്രാന്ത് മാസിക്കും കൂടിയാണ് മികച്ച നടനുള്ള അവാർഡുകൾ പങ്കുവെച്ചത്. അതെ, റാണി മുഖർജിക്കാണ് മികച്ച നടിക്കുള്ള അവാർഡ്. അതേസമയം തന്നെ വിജയ് രാഘവനും ഉർവശി ചേച്ചിക്കുമൊക്കെ മലയാളത്തിൽ നിന്ന് അവാർഡുകൾ കിട്ടി. മികച്ച സഹനടനും സഹനടിക്കുള്ള അവാർഡുകളൊക്കെ കിട്ടി. മികച്ച മലയാള ചിത്രമായിട്ട് നമ്മുടെ ഉള്ളൊഴുക്ക് തിരഞ്ഞെടുത്തു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. 1-2 അവാർഡ്, 2018 ടെക്നിക്കൽ ടീമിനൊക്കെ അവാർഡ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പക്ഷെ ഞാൻ ഇതൊന്നും പറയാനല്ല നിങ്ങളായി എന്ന് പറഞ്ഞത്. നാഷണൽ അവാർഡിനെ പറ്റി ഒരു വീഡിയോ പോലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് നിങ്ങൾ തീർച്ചയായും കേൾക്കണം. 12th ഫെയിൽ എന്ന് പറയുന്ന ആ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉറപ്പായും കേൾക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആ സിനിമ ഒന്ന് പോയി കാണണം. ആ ഒരു സിനിമയിലെ അഭിനയത്തിന് വിക്രാന്ത് മാസിക്ക് ഈ ഒരു അവാർഡ് കൊടുത്തത് തീർച്ചയായും ഹീസ് എ ഡിസർവിങ് പേഴ്സൺ എന്ന് തന്നെ പറയണം. ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തൊരു മനോഹരമായ സിനിമയാണെന്ന് അറിയാമോ? ഈ വീഡിയോ ആരും കണ്ടില്ലെങ്കിൽ കൂടി കാണുന്നവർ ഒന്ന് ആ സിനിമയെ കുറിച്ച് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യണേ. എത്രയോ മനോഹരമായ ഒരു ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണെന്ന് അറിയാമോ? അതായത് ശരിക്കും പറഞ്ഞ ഇതൊരു സംഭവ കഥ, നടന്ന കഥ. ഇതിലെ കഥാപാത്രങ്ങളും മറ്റും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണെന്ന് അറിയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു സിനിമ നമ്മുടെ ഒരു ഹാർട്ടിനെ ടച്ച് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ വളരെ മികച്ചതാണ്. വളരെ വളരെ മികച്ചതാണ്. സിനിമ കണ്ടവർക്ക് കൃത്യമായി ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കത്തും. അതായത് അത്തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു. അതിലെ പെർഫോമൻസ് കാഴ്ചവെച്ച ഈ നടനുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അദ്ദേഹം മറ്റേത് സിനിമകളിലൊക്കെ അഭിനയിച്ചു എന്ന് ഞാൻ റെഫർ ചെയ്യാൻ പോലും പോയിട്ടില്ല. പക്ഷെ ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് കൂടി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഈ സിനിമയ്ക്ക്, അതേപോലെ തന്നെ ബെസ്റ്റ് ഫീച്ചർ ഫിലിം അവാർഡ് ഈ സിനിമയ്ക്കാണ് നാഷണൽ അവാർഡ്. അത് ശരിക്കും ഡിസർവിങ് തന്നെ. ദേ ആർ ഡിസർവിങ് പീപ്പിൾ. അമ്മാതിരിയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് വിധു വിനോദ് ചോപ്ര എന്ന് പറയുന്ന ഒരു നിർമ്മാതാവുണ്ട്. അദ്ദേഹമാണ് ഈ സിനിമയുടെ സംവിധായകനും കഥ എഴുതിയിരിക്കുന്നത്. 2019 അനുരാഗ് പഥക് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഒരു നോൺ ഫിക്ഷൻ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിന്റെ കഥ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതൊരു ബയോഗ്രഫി ഡ്രാമ, അതായത് ലൈഫിന്റെ ഒരു ബയോഗ്രഫി ഡ്രാമ വിഭാഗത്തിലുള്ള ഒരു കഥയാണ് ആ ഒരു സിനിമ. അങ്ങനെ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. അതായത് വളരെ താഴേക്കിടയിൽ നിന്നും തൻ്റെ ഒരു +2 ഫെയിൽ, അതിനും മുമ്പ് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. സിനിമയുടെ കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. താഴേക്കിടയിൽ നിന്നും സത്യസന്ധത മാത്രം കൈമുതലാക്കി തൻ്റെ അവസാന പ്രതീക്ഷ കൈവിടാതെ നിന്നുകൊണ്ട് തൻ്റെ പ്രയത്നത്തിന് വേണ്ടി, തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിച്ച ആ ഒരു സത്യസന്ധതയ്ക്ക് വേറെ നോ കോംപ്രമൈസ് വിത്ത് സത്യസന്ധത എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ ഒരു IPS ഉദ്യോഗസ്ഥനായ ഒരു യുവാവിന്റെ ഒരു കഥയാണത്. അതായത് മനോജ് കുമാർ ശർമ്മ എന്ന് പറയുന്ന ഒരു യുവാവിന്റെ കഥയാണ്. ശ്രദ്ധ ജോഷി എന്ന് പറയുന്ന ഒരു റവന്യൂ ഓഫീസറെ പിന്നീടായ ഒരു ഇതും ആണ് ഇതിനകത്തൊരു നായികയായിട്ട് വരുന്നത്. ഇത് അഭിനയിച്ചിരിക്കുന്ന വിക്രാന്ത് മാസിയും നമ്മുടെ അനന്ത്, അങ്ങനെ ശർമ്മ, അങ്ങനെ കൃത്യമായി ഞാൻ പേര് ഓർക്കുന്നില്ല, അങ്ങനെ രണ്ടുപേരും നല്ല പെർഫോമൻസ്. പക്ഷെ ഇതിനകത്ത് നടന്റെ പെർഫോമൻസ്, നടനാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. അതായത് വളരെ ഇതിന്റെ ഒരു സാഹചര്യത്തിൽ നിന്ന്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വന്ന് UPSC എക്സാം, സിവിൽ സർവീസ് എക്സാം എഴുതുകയും ആദ്യ 2 തവണ അറ്റംപ്റ്റ് പോവുകയും അതിനുശേഷം അദ്ദേഹം ചെയ്ത ജോലികളൊക്കെ സിനിമയിൽ കാണണം. ചെറിയൊരു ഫ്ലവർ മിൽ ഷോപ്പിലൊക്കെ നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എന്താ അഭിനയം! ആ ഒരു പ്രതീക്ഷ കൈവിടാത്തതും, പലർക്കും മോട്ടിവേഷൻ ആകുന്ന ആള് തന്നെ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ കൈവിട്ടപ്പോഴും ഇദ്ദേഹം പ്രതീക്ഷ കൈവിടാതെ തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആ ഒരു കാഴ്ച, ആ ഒരു സഞ്ചാരം, അദ്ദേഹത്തിനൊപ്പം നമ്മളും സഞ്ചരിച്ചു പോകും. ചെറിയൊരു 2 തുള്ളി കണ്ണുനീർ പൊടിക്കാതെ ആ ഒരു സിനിമ കാണാൻ കഴിയില്ല. ഒരു സിനിമ റിവ്യൂ ഒന്നുമല്ല, ഈ ഒരു സിനിമയ്ക്കാണ് അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ, ഷാരൂഖ് ഖാൻ ജവാൻ അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എനിക്കും പേഴ്സണലി തോന്നിയ ഈ ഇത്തരം ഒരു കമന്റ് ഒക്കെ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആരും ജൂറിയിൽ ഉണ്ടായില്ലേ എന്നൊക്കെ എനിക്കൊരു സംശയം ഒക്കെ തോന്നിപ്പോയി. പക്ഷെ ഏതൊക്കെ സിനിമകളെ മാറ്റി ഉറച്ചതൊന്നും നമ്മൾക്ക് അറിയില്ലല്ലോ.
അപ്പൊ മാറ്റുരയ്ക്കുന്ന സിനിമകൾക്കല്ലേ അവാർഡ് കൊടുക്കാൻ പറ്റൂ. അതൊക്കെ പോട്ടെ, അതിന്റെ ഇതൊക്കെ നമുക്ക് വിമർശനങ്ങൾ ഇതൊക്കെ ആളുകൾ നടത്തിക്കോട്ടെ, നമുക്ക് അതിനെപ്പറ്റി ഒന്നും പോകണ്ട. അവാർഡുകളൊക്കെ ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ അല്ലാതിരിക്കും, അർഹതയുള്ളവർക്ക് അവാർഡ് കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നൊക്കെ വിമർശനങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ വിഷയമേ അല്ല. ഈ ഒരു സിനിമയിലെ ഈ കാണാത്തവർ ഉറപ്പായിട്ടും ഈ ഒരു സിനിമ പോയി കാണണം. അങ്ങനത്തെ ഒരു ഈ സിനിമ കണ്ടാൽ ഈ സിനിമയിലെ നടനൊപ്പം കഥക്കൊപ്പം നാം ശരിക്കും നടക്കും. ഈ ഒരു സിനിമയിൽ അഭിനയത്തിന് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തു എന്ന് പറഞ്ഞാൽ, കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ മാത്രമാണ് അത്ഭുതം. അപ്പോൾ ആ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. അത്രയും ഒരു ഹൃദയസ്പർശിയായ, അല്ലെങ്കിൽ നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്ന, ആ ഒരു ഫീൽ ഗുഡായ, ചില സമയത്ത് വേണമെങ്കിൽ ഫീൽ ഗുഡ് എന്ന് തന്നെ പറയാം, കണ്ടിങ്ങനെ ഇരുന്ന് പോകുന്ന, ഒരു ത്രില്ലടിപ്പിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല, അത്തരത്തിലുള്ളൊരു മികച്ച സിനിമ മാത്രമല്ല, കഥ മാത്രമല്ല, അതിനകത്ത് അഭിനയം കാഴ്ചവെച്ച എനിക്ക് അദ്ദേഹം വേറെ ഏതോ സിനിമയിലേക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഞാനത് ആ ഒരു സമയത്ത് ആ സിനിമ കണ്ട് 2023 സെൻസർ ചെയ്ത സിനിമകൾക്കാണ് അവാർഡ് കൊടുക്കുന്നത്, 71ാമത്തെ കൊടുത്തത്. അപ്പൊ ആ ഒരു സിനിമ കണ്ടപ്പോൾ ഇത് ഉറപ്പായിട്ടും ആരും നമ്മുടെ യൂട്യൂബിലെ പ്രേക്ഷകരാരും കണ്ടില്ലെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയണമെന്ന് തോന്നി. ആർക്കെങ്കിലും ഈ എൻ്റെ ഒരു അഭിപ്രായത്തോട് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ. കണ്ടവർ, നിങ്ങളുടെ ആ സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അനുഭവം ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ. അതേപോലെ തന്നെ അപ്പൊ ഇത്തരത്തിലുള്ള സിനിമാ വാർത്തകളും മറ്റ് ആനുകാലിക ന്യൂസ്, അതേപോലെ ഇൻഫർമേറ്റീവായ വീഡിയോസ് ഒക്കെയായിട്ട് നമ്മൾ വീണ്ടും ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ ഇഷ്ടമാണെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.